25 ലക്ഷം? ആ എയ്ഡഡ് അല്ലേ, ഡെപ്പോസിറ്റ് ആയിട്ടാ. അത് മനസ്സിലായി. അപ്പൊ ഈ NSS വഴിയുള്ള പുഷ് ചെയ്താൽ ജോലി ഉറപ്പിക്കാന്നേ ഉള്ളൂ, ഡെപ്പോസിറ്റ് ഒഴിവാക്കാനൊന്നും പറ്റില്ല. അതിപ്പോ ഏത് വഴി നോക്കിയാലും ഡെപ്പോസിറ്റ് അവർ പറയണ കാശ് നമ്മൾ കൊടുക്കേണ്ടി വരും. സ്ഥിരം ജോലിയല്ലേ, കാശ് കൊടുത്ത് കയറാൻ ഒരുപാട് പേരുണ്ടാവും. നീ നിന്റെ വഴിക്ക് നോക്ക്, ഞാനും നോക്കാം. ഡാ, ഈ വന്ന ടീം എത്ര കാലം ഉണ്ടാവും? ആ അച്ഛൻ ഓക്കെ ആവുന്ന പറയുന്നൊക്കെയാ പറഞ്ഞത്. ഈ ഓക്കെ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. വേറൊന്നുമല്ല, നിന്റെ വണ്ടയിലും അത് തന്നെ ഓടുന്നെന്ന് എനിക്കറിയാം. എന്ത് പാർട്ടീഷൻ. ആ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു വിഹിതം അവർക്ക് കൊടുക്കണം. അഭിഹിതത്തിനും വീതം ഒരു മാതൊലിയില്ല. ഈ കാണുന്നതൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത് ഞാനാ. ഒരു ബന്ധമില്ലാണ്ട് ഇതിന്റെ ഇടയിൽ കയറി വന്നിട്ട് അവർക്ക് എന്റെ വീതം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ ബന്ധമുണ്ട് ശശിയേട്ടാ, അതല്ലേ പ്രശ്നം. ശ്രീകണ്ഠപുരത്ത് അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോട്ടെ, ഇവിടെ നോക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ കാണുന്ന വസ്തുക്കളൊക്കെ അച്ഛൻ്റെ പേര് തന്നെയാണോ? ദൈവം ഉണയിച്ച ഇനി ഈ വധുരി എന്തെങ്കിലും കേട്ട് കാണോ? ഏയ് കേട്ട് കാണില്ല. നല്ല ഉയരമുള്ള തെങ്ങല്ലേ, എത്തൂല സൗണ്ട്.